കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്ട് കാസ ഇന്റർ കാശിക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 2024-25 ഐ-ലീഗ് ചാമ്പ്യന്മാരായ ഇന്റർ കാശി മാറി. ഈ വിധി ക്ലബിന്റെ കിരീട പ്രതീക്ഷകൾക്ക് മേൽ നിലനിന്നിരുന്ന തർക്കത്തിന് അന്ത്യം കുറിച്ചു. സീസണിന്റെ തുടക്കത്തിൽ ഇന്റർ കാശി ബാർക്കോയെ രജിസ്റ്റർ ചെയ്തതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഡിസംബറിൽ താരത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് ക്ലബ്ബ് പകരം മാറ്റിയ ബാബോവിച്ചിനെ ടീമിലെത്തിച്ചു. പിന്നീട് ജുവാൻ പെരസ് ഡെൽ പിനോ പരസ്പര ധാരണയോടെ ക്ലബ്ബ് വിട്ടപ്പോൾ കാശി ബാർക്കോയെ വീണ്ടും രജിസ്റ്റർ ചെയ്തു. വിദേശ കളിക്കാരുടെ പകരക്കാരെ സംബന്ധിക്കുന്ന ഐ-ലീഗ് നിയമത്തിലെ വകുപ്പ് ലംഘിച്ചു എന്ന് ആരോപിച്ച് എഐഎഫ്എഫിന്റെ മത്സര സമിതി ഈ നീക്കത്തിനെതിരെ രംഗത്ത് വരികയായിരുന്നു. പരിക്കോ പരസ്പര ധാരണയോ കാരണം പരമാവധി 3 വിദേശ കളിക്കാരെ മാറ്റാൻ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും നേരത്തെ പരിക്കേറ്റ ഒരു കളിക്കാരനെ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും ഈ പ്രക്രിയ സാധുവാണെന്ന് കാസ ഇന്റർ കാശിക്ക് അനുകൂലമായി വിധിക്കുകയും ക്ലബിന് 3 അധിക പോയിന്റുകൾ നൽകുകയും ചെയ്തു. യോഗ്യതയില്ലാത്ത കളിക്കാരനെ കളിച്ചതിന് നമദാരി എഫ്സിക്ക് എതിരെ നേരത്തെ ലഭിച്ച വിജയത്തിനുശേഷം ഈ സീസണിൽ കാശിയുടെ രണ്ടാമത്തെ നിയമപരമായ വിജയമാണിത്. ഈ തീരുമാനത്തിലും ക്ലബിന് 3 അധിക പോയിന്റുകൾ ലഭിച്ചിരുന്നു. കാസ വിധിയോടെ ഇന്റർ കാശിയുടെ പോയിന്റ് 42 ആയി ഉയർന്നു. ചർച്ചിൽ ബ്രദേഴ്സിനെ മറികടന്ന് ആദ്യമായി ഐ-ലീഗ് കിരീടം നേടാനും ഇത് കാശിയെ സഹായിച്ചു.